ഹായ് ഹലോ നമസ്കാരം. പേജ് 3 അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ തുടർച്ചയായിട്ട് തന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വന്നിട്ടുള്ളതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് തന്നെയാണ്. കേട്ടിട്ട് കാറ്റഗറി 1ൻ്റെ 2019 ജൂണിൽ നടന്നിട്ടുള്ള കാറ്റഗറി 1ലെ കുറച്ച് ചോദ്യങ്ങൾ സൈക്കോളജിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷനുമാണ് ഈ ക്ലാസ്സിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ആദ്യത്തെ ചോദ്യം നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാൻ കഴിയും. സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത്. സമായോജനം, അപസമായോജനം, അഡ്ജസ്റ്റ്മെൻറ്റ് ആൻഡ് മാൽ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്കറിയുന്ന ടോപ്പിക്കാണ്. ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്ന് എന്തായാലും നോക്കി പോകേണ്ട ടോപ്പിക്കാണ്. ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത് നോക്കണം. സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തത് എന്നാണ് ചോദ്യം. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് വായിച്ചിട്ട് എന്താണ് സമായോജനം എന്ന് പറയുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഓപ്ഷൻ എ, അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയുവാനാകും. ഓപ്ഷൻ ബി, അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും. ഓപ്ഷൻ സി, പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാകും. ഓപ്ഷൻ ഡി, വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല. ഇവിടെ മെയിനായിട്ടും ചോദ്യത്തിൽ ഒരു ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ തെറ്റിപ്പോവും. കാരണം സ്വഭാവം അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. എന്ത്? സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത്. സമായോജനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം. അതായത് അഡ്ജസ്റ്റ്മെൻറ്റ്. സമായോജനം എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ്, വെൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺ. അതായത് ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ സമൂഹമായിട്ടും അവൻ്റെ പരിസ്ഥിതിയുമായിട്ടും ഒക്കെ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, അവൻ്റെ ബിഹേവിയർ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ളതിനെയാണ് നമ്മൾ സമായോജനം എന്ന് പറയാം. ഇനി എപ്പോഴാണ് അഡ്ജസ്റ്റഡ് അല്ലാതാവുക? അവന് തീർച്ചയായിട്ടും എന്തെങ്കിലും നിരാശാബോധമുണ്ടാകുമ്പോൾ, കുറ്റബോധമുണ്ടാകുമ്പോൾ, അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോൾ, അവന് ദുഃഖമുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവൻ സമായോജനത്തിലല്ല, അഡ്ജസ്റ്റഡ് ആയിരിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒന്ന് വായിക്കാം. ഒരു വ്യക്തി തൻ്റെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കുന്നതിനും അവയോട് തൃപ്തികരമായി പ്രതികരിക്കുന്നതിനും തൻ്റെ പ്രകൃതപരവും സാമൂഹികവുമായ പരിസ്ഥിതിക്കൊത്ത് മുഖ്യ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും സ്വീകരിക്കുന്ന പെരുമാറ്റ സവിശേഷതകളാണ് സമായോജനം എന്ന് പറയുന്നത്. ഒന്നുമില്ല, ആളുടെ ചുറ്റുപാടുമായിട്ട്, അവൻ്റെ പരിസ്ഥിതിയുമായിട്ട്, അവൻ്റെ സമൂഹമായിട്ട് ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നു? പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയുന്ന പേഴ്സണാലിറ്റിയാണ് അഡ്ജസ്റ്റഡ് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതാണ് സമായോജനം. അപ്പോൾ എപ്പോഴാണ് അഡ്ജസ്റ്റഡ് അല്ലാതാവുക? അവന് മോഹഭംഗം ഉണ്ടാകുമ്പോൾ, അവൻ ഫ്രസ്ട്രേറ്റഡ് ആവും, അല്ലേ? അവൻ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോൾ, നിരാശാബോധമുണ്ടാകുമ്പോൾ, അവൻ്റെ ആഗ്രഹങ്ങൾ നടക്കാതെ പോകുമ്പോൾ, ദുഃഖമുണ്ടാകുമ്പോൾ, ഇതൊക്കെ അപസമായോജനമാണ്. അപ്പോൾ സമായോജനത്തിലേക്കാണ് നമ്മളെല്ലാവരും. ഇപ്പോൾ ഒരു കുട്ടി, നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടി ഒരു പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാതെ തോറ്റു പോകുന്നു എന്ന് വിചാരിക്കുക. അവൻ തീർച്ചയായിട്ടും അവനിലൂടെ കുറ്റബോധമുണ്ട്, നിരാശാബോധമുണ്ട്, അല്ലേ? അപ്പോൾ അവൻ തീർച്ചയായിട്ടും ആ കുറ്റബോധത്തെയും നിരാശാബോധത്തെയൊക്കെ ഓവർകം ചെയ്യാനായിട്ട് അവനൊരു കാരണം കണ്ടെത്തും. എന്തായിരിക്കും? പഠിപ്പിച്ചത് മനസ്സിലായില്ല, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ചോദ്യം വന്നത് മാറിപ്പോയി, അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിച്ചത് എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. ആ രീതിയിൽ അവൻ്റെ കുറ്റബോധത്തെ കുറയ്ക്കാൻ വേണ്ടി അവൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് സമായോജനം, അപസമായോജനം എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സമായോജനം എന്ന് പറഞ്ഞാൽ സ്വന്തം പരിസ്ഥിതിയും സമൂഹവുമായി ഇണങ്ങിച്ചേരാൻ വേണ്ടി വ്യക്തി സ്വന്തം ബിഹേവിയറിനെ, വ്യവഹാരത്തെ ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ സമായോജനം എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെ തുടരുന്ന ഒരു നിരന്തരമായിട്ടുള്ള പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? സമായോജനം. സമായോജനം ജനനം മുതൽ മരണം വരെയുണ്ട്. അതായത് അവൻ്റെ പരിസ്ഥിതിയെയും അവൻ്റെ സമൂഹത്തെയും ഒക്കെ ആയിട്ട് ഇണങ്ങിച്ചേരാൻ വേണ്ടി ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തെ, അവൻ്റെ വ്യവഹാരത്തെ പരിവർത്തനം ചെയ്യാൻ സഹായിക്കുന്നതാണ് എന്ത്? സമായോജനം. അപ്പോൾ ഇവിടെ ചോദിച്ചത് സമായോജനം വ്യക്തിത്വങ്ങളുടെ സ്വഭാവമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. അതായത് അഡ്ജസ്റ്റഡ് പേഴ്സൺ അല്ലാത്തത് ആര്? അതായത് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകുന്നതാണ് അഡ്ജസ്റ്റഡ്, അതായത് സമായോജനമുള്ള വ്യക്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചത്, നെഗറ്റീവാണ് ചോദിച്ചത്, പോസിറ്റീവ്. അപ്പോൾ അവർക്ക് അവരുടെ കഴിവും കഴിവുകേടും തിരിച്ചറിയാനാകും. ഇനി പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാവും. ഇത് നിറവേറ്റപ്പെടാതിരിക്കുമ്പോഴാണ് അപസമായോജനത്തിലേക്ക് പോവുക. ഇപ്പോൾ ഇത് സമായോജനമാണ്. വിമർശനാത്മകവും കുറ്റം കണ്ടെത്തുന്നതുമായ മനോഭാവം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും കുറ്റപ്പെടുത്തലും വിമർശനാത്മകമായിട്ടുള്ള മനോഭാവമൊക്കെ വരുന്നത് എപ്പോഴാണ്?
അത് അപസമായോജനം ആകുമ്പോഴാണ്. അത് സമായോജന വ്യക്തിത്വമാണ് ചോദിച്ചത്. സമായോജന വ്യക്തിത്വത്തിൻ്റെ സ്വഭാവത്തിൽ ഇവിടെ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുമല്ല. പിന്നെ ഇവിടെ എന്താണ്, സമായോജന വ്യക്തിത്വം ആണെങ്കിൽ അവൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റപ്പെട്ടിട്ടുണ്ടാവും. ഇവിടെ അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഉത്തരം വരുന്ന ഓപ്ഷൻ ബി ആണ്, അപര്യാപ്തമായ ആഗ്രഹങ്ങളായിരിക്കും എന്നുള്ളതാണ് സമായോജന വ്യക്തിത്വങ്ങളുടെ സ്വഭാവം അല്ലാത്തതിൽ പറയുന്നത്. ബാക്കി മൂന്നും സ്വഭാവമാണ്. അപ്പോൾ ഈ സമായോജനവുമായി ബന്ധപ്പെട്ട് നല്ല രീതിയിൽ സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, സ്വന്തം ശക്തി ദൗർബല്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണ, അവൻ്റെ കഴിവുകേടും മനസ്സിലാക്കാൻ പറ്റും. സ്വയം ബഹുമാനിക്കുന്നതിനും മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതിനുമുള്ള കഴിവ്. നമുക്ക് നമ്മളോടുള്ള റെസ്പെക്റ്റ് ഉണ്ട്, മറ്റൊരാളോടുള്ള റെസ്പെക്റ്റ് ഉണ്ട്. ഇനി പെരുമാറ്റങ്ങളിലുള്ള അയവ്, അവൻ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിരിക്കും, ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവും, റിജിഡ് അല്ല, ഫ്ലെക്സിബിലിറ്റി അവനുണ്ടാവും. പിന്നെ പ്രതികൂല സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള കഴിവ്, അഡ്ജസ്റ്റഡ് പേഴ്സൺ ആണല്ലോ, പൊരുത്തപ്പെട്ടേ പറ്റൂ. യാഥാർത്ഥ്യബോധം, റിയാലിറ്റിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും അവൻ ലോകത്തെ നോക്കി കാണുക. ചുറ്റുപാടുകളുമായി ഇണങ്ങിച്ചേരാനുള്ള കഴിവ്, നമ്മൾ പറഞ്ഞ അഡ്ജസ്റ്റഡ് ആവും. മറ്റുള്ളവരിൽ നന്മ കണ്ടെത്താനുള്ള കഴിവ്, മറ്റുള്ളവർ കുറ്റം കണ്ടെത്താനുള്ള കഴിവല്ല. അപ്പോൾ ഇവിടെ ഓപ്ഷൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കുറ്റം കണ്ടെത്തുന്നതായ മനോഭാവം ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉത്തരം വരും, പക്ഷെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ ഓപ്ഷൻ ബിയിലേക്ക് പോയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റുകൾ നന്നായിട്ടൊന്ന് നോക്കി വെച്ചോളുക. സമായോജനം ചെയ്യാൻ കഴിയുന്ന വ്യക്തിയുടെ സവിശേഷതകൾ ആണ്. അപ്പോൾ ഇതിൽ പെടാത്തതായിരിക്കും ഉത്തരത്തിൽ വരിക. ശരിയല്ലേ? നോക്കാം, രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കുന്ന രീതി ഏത്? പഠന രീതികളാണ് വരുന്നത്. ചോദ്യാവലി, അഭിമുഖം, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. നമുക്ക് ശ്രദ്ധിക്കണം, ഇമ്പോർട്ടൻ്റ് ആണിത്. ഇവിടെ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് കേസ് സ്റ്റഡിയിൽ നിന്നും സോഷ്യോമെട്രിയിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിലും പരപ്പിലുമുള്ള പഠനത്തിന് ഉപയോഗിക്കുന്ന രീതി, ചോദ്യാവലി, അഭിമുഖം, കേസ് സ്റ്റഡി, സോഷ്യോമെട്രി. എളുപ്പമാണ് ഉത്തരം, കേസ് സ്റ്റഡിയാണ് ഉത്തരം. ഈ കേസ് സ്റ്റഡിയെ സംബന്ധിച്ച് കേസ് സ്റ്റഡി എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ചിട്ട് ലഭ്യമായിട്ടുള്ള ശേഖരിക്കാൻ കഴിയുന്ന എല്ലാ വിവരങ്ങളും ശേഖരിച്ച് അത് എന്ത് ചെയ്യുന്നു, വിവിധ രീതിയിൽ ആ വിവരങ്ങളൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് സമഗ്രമായി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്താണെന്ന് പറയുക, കേസ് സ്റ്റഡി എന്ന് പറയുക. അപ്പോൾ കേസ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കേസ് സ്റ്റഡിക്ക് മറ്റൊരു പേരുണ്ട്, അല്ലെങ്കിൽ അതിന് മറ്റൊരു വിശേഷണമുണ്ട്, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് പറയും. സൂക്ഷ്മദർശിനി, സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്നത് കേസ് സ്റ്റഡിയാണ്. അതായത് ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായിട്ടുള്ള സ്രോതസ്സുകളിൽ നിന്നൊക്കെ വിവിധ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റ കളക്ട് ചെയ്യുന്നു, വിവരങ്ങൾ ശേഖരിക്കുന്നു, എന്നിട്ട് അതിനെ സമഗ്രമായി പഠിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു കുട്ടിയെക്കുറിച്ചുള്ള ആഴത്തിൽ പരപ്പിൽ ഉള്ള പഠനം, ആഴത്തിലുള്ള പഠനം, പരപ്പിലുള്ള പഠനം. എങ്ങനെയാണ് ഒരു കുട്ടിയെക്കുറിച്ച്? അപ്പോൾ സാമൂഹിക സൂക്ഷ്മദർശിനി എന്നറിയപ്പെടുന്ന കേസ് സ്റ്റഡിയെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ മെയിനായിട്ട് മനസ്സിലാക്കണം, കേസ് സ്റ്റഡി ഒരുപാട് മേഖലകളിൽ ഉപയോഗിക്കപ്പെടാറുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട്, തൊഴിൽ മനഃശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ട് കേസ് സ്റ്റഡി. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കേസ് സ്റ്റഡിയുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം നമുക്ക് വേണ്ട കേസിനെ തിരഞ്ഞെടുക്കും. നമുക്ക് ആദ്യം വേണ്ട കേസ് തിരഞ്ഞെടുക്കുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറച്ച് പരികൽപ്പനകൾ രൂപപ്പെടുത്തും. പിന്നെ വേണ്ടത് ഡാറ്റ, സ്ഥിതി വിവര ശേഖരണമാണ്. ആ ഡാറ്റയെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, വിശകലനം ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, സമന്വയിപ്പിക്കണം. പിന്നെയാണ് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ. അതിനുശേഷം ലാസ്റ്റ് സ്റ്റേജാണ് എന്തെന്ന് പറയുന്നത്, റിപ്പോർട്ട് തയ്യാറാക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ കേസ് സ്റ്റഡിയാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. ഇനി ചോദ്യാവലി എന്നുള്ള ഒരു ഓപ്ഷനിൽ ഒരു ഓപ്ഷനാണ് ചോദ്യാവലി. ചോദ്യാവലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചോദ്യാവലി 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസും ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസും. ഈ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. അതായത് നമ്മൾ ചോദ്യം ആരോടാണോ ചോദിക്കുന്നത്, ഉത്തരം അല്ലെ പറയുന്ന ആള്, പ്രതികരിക്കുന്നയാൾ നൽകിയിട്ടുള്ള ഓപ്ഷനിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, തിരഞ്ഞെടുത്താൽ മതി. അതായത് ഓപ്ഷൻ ഉണ്ടാവും, ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇഷ്ടമുള്ള ഉത്തരം തിരഞ്ഞെടുക്കുന്ന ചോദ്യാവലിയാണ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം, ഓക്കെ, അതിനുള്ള ഉത്തരം, ആ ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ക്ലോസ്ഡ് എൻഡഡ് ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ പ്രതികരിക്കുന്ന ആൾക്ക് ഇഷ്ടമുള്ള ഉത്തരം നൽകാൻ പറ്റുന്നത് എന്താണ്, ഓപ്പൺ എൻഡഡ് ആണ് എന്ന കാര്യം ഓർത്ത് വെക്കണം. അപ്പോൾ ചോദ്യാവലി അഥവാ ക്വസ്റ്റ്യനെയർ ഇത്
വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു മെത്തേഡാണ്. ഇതിന് വളരെ പ്രയാസം കുറഞ്ഞ വേഗത്തിൽ ചെയ്യാൻ കഴിയുന്ന സമയലാഭമുള്ള ഒരു ചോദ്യാവലിയാണ്, ഒരു പഠന രീതിയാണ് ചോദ്യാവലി. നമ്മൾ കേസ് സ്റ്റഡി പറഞ്ഞു, ചോദ്യാവലിയാണ് ഇതിപ്പോൾ പറഞ്ഞത്. ഇനി പറയാനുള്ളത് അഭിമുഖം. അഭിമുഖം എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് അല്ലേ, നമ്മൾ ഒരുപാട് കാണുന്നതാണ് അഭിമുഖം, ഇൻ്റർവ്യൂ. അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഏതെങ്കിലും ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് രണ്ടോ അതിലധികമോ വ്യക്തികൾ മുഖാമുഖം എന്ത് ചെയ്യുന്നു, അഭിമുഖം ചെയ്യുന്നത്. മുഖാമുഖം അല്ലാതെയോ മുഖാമുഖമായിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്, അഭിമുഖം ചെയ്യാവുന്നതാണ്. അഭിമുഖം എന്താണെന്ന് പറയേണ്ടതില്ല, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി സാമൂഹിക ബന്ധ പരിശോധനകൾ, അഥവാ നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്ന മൂന്നാമത്തെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ, എന്തായിരുന്നു നോക്കിയേ, സോഷ്യോമെട്രി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ സോഷ്യോമെട്രി എന്താണെന്നാണ് നമ്മുടെ പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യോമെട്രി കേസ് സ്റ്റഡിയും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഈ സോഷ്യോമെട്രിയെ സാമൂഹിക ബന്ധ പരിശോധനയാണ്. അതായത് സൊസൈറ്റിയിൽ ആ കുട്ടിയുടെ ബന്ധം എങ്ങനെയാണ്, അവൻ്റെ ക്ലാസ് റൂമിൽ കുട്ടിയുടെ ബന്ധം എങ്ങനെയാണ് എന്നുള്ളതൊക്കെ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സോഷ്യോമെട്രിക് ടെക്നിക്സ്, സോഷ്യോമെട്രി എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മിതി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പിനുള്ളിലുള്ള അംഗങ്ങളുടെ സാമൂഹ്യ ബന്ധത്തിൻ്റെ തോത് മനസ്സിലാക്കാൻ, നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കുട്ടിയുടെ സാമൂഹ്യ ബന്ധം എങ്ങനെയാണ്, സ്ട്രോങ് ആണോ വീക്കാണോ എന്നറിയാൻ വേണ്ടിയിട്ട്, ആ കുട്ടി ആ ഒരു ഗ്രൂപ്പിനകത്ത് സ്വീകാര്യനായ വ്യക്തിയാണോ, ഇനി എല്ലാവരും എല്ലാം മാറ്റപ്പെട്ട് നിർത്തുന്ന വ്യക്തിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ സാമൂഹ്യ മിതി അല്ലെങ്കിൽ സാമൂഹ്യ ബന്ധ പരിശോധന നടത്തുന്നത്. ആരാണ് ഇതിൻ്റെ ഈ ഒരു പരിശോധന വികസിപ്പിച്ചത്, ആരാണെന്നൊരു ചോദ്യം തീർച്ചയായിട്ടും വരും. JL മൊറീനോ ആണ് കേട്ടോ. ആരാണ്? JL മൊറീനോ ആണ് സോഷ്യോമെട്രി, ഓക്കെ, സാമൂഹിക ബന്ധ പരിശോധന വികസിപ്പിച്ചത് ആരാണ്? JL മൊറീനോ ആണ്. ഇതിലെന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു ഗ്രൂപ്പിനകത്തേക്ക് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സുഹൃത്തിൻ്റെ പേരെഴുതുക. നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിൻ്റെ പേരെഴുതാനായിട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, അവരോട് ഇഷ്ടമുള്ളവരുടെ പേരെഴുതും. അപ്പോൾ എല്ലാവരാലും എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാവരാലും എഴുതപ്പെട്ടിട്ടുള്ള ഒരു പേരുണ്ടാവും. ആ ആളാണ് ആരെന്ന് പറയുന്നത്, അനേകം അംഗങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളുകൾ താരങ്ങളാണ്. അപ്പോൾ സാമൂഹ്യമിതിയിൽ താരങ്ങളെ കാണാൻ കഴിയും. പിന്നെ 3-4 അംഗങ്ങൾ പ്രത്യേകമായി കൂടിച്ചേർന്നൊരു ഉപസംഘം ഉണ്ടെങ്കിൽ, അത് 3-4 ആളുകൾ ഒരു ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്താണ്, ക്ലിക്കുകളാണ്. ഇനി ആരും തിരഞ്ഞെടുക്കാത്ത പേഴ്സൺ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരാളാണ് ഒറ്റപ്പെട്ടവർ അഥവാ ഐസൊലേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സാമൂഹ്യമിതി എന്ന് പറയുന്നത്, സോഷ്യോമെട്രി എന്ന് പറയുന്നത്. JL മൊറീനോ വികസിപ്പിച്ചതാണ്. സ്റ്റാർസ്, ക്ലിക്സ്, ഐസൊലേറ്റഡ്, ഇതാണ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. ഇനി ലാസ്റ്റ് ചോദ്യം നോക്കാം. ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ പങ്കുചേരുന്നു അല്ലേ. കുട്ടികൾ കരയുമ്പോൾ, ശൈശവഘട്ടത്തിൽ കുട്ടികൾ കരയുമ്പോൾ എന്താ പറയുന്നത്, ശരീരം മുഴുവൻ ആ പ്രക്രിയയിൽ, കരയുമ്പോൾ ശരീരം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടാണ്, ശരീരം മുഴുവൻ കൊണ്ടാണ് അവൻ കരയുന്നത്. ഓക്കെ, അവൻ വളരുന്നതിനനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു. ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാകുന്നത്? ഈ ഓപ്ഷൻസ് തന്നതെല്ലാം വികസന സിദ്ധാന്തങ്ങളുമായി വികസന തത്വങ്ങളാണ്. അതായത് കുട്ടി ആദ്യം കരയുമ്പോൾ കൈകാലിട്ട് അടിച്ച് അല്ലേ, ശരീരഭാഗം മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടായിരിക്കും അവൻ കരയുക. വളർന്നു വരുമ്പോൾ അവൻ്റെ കരച്ചിൽ എന്താണ്, ചില അവയവങ്ങളിൽ മാത്രമായിട്ട് കൂടും. ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ചെറിയൊരു കുട്ടിയോട് ഒരു കളിപ്പാട്ടം, ഒരു കളിപ്പാവ എടുക്കാനായിട്ട് പറയുകയാണ്. ഈ കുട്ടി ഇങ്ങനെ ചേർത്തെടുക്കും അല്ലേ, എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചേർത്താണ് അവൻ എടുക്കുക. കൈയും കാലും അല്ലേ, വിരലുകളും അതുപോലെ നമ്മുടെ കുട്ടിയുടെ ശരീരവും എല്ലാം കൂടി എടുത്ത് മുഖമൊക്കെ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും എടുക്കുക. എന്നാൽ കുട്ടി വളരുന്നതിനനുസരിച്ച് ആ കുട്ടിക്ക് ഇല്ലേ, ഇപ്പോൾ ഒരു മുയലിൻ്റെ ബൊമ്മയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു കളിപ്പാട്ടാണ്, കറക്റ്റ് ചെവിയിലൊക്കെ കൃത്യമായിട്ട് തൂക്കി 2 വിരൽ കൊണ്ടെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം മുഴുവൻ ഇട്ട് ശരീരം മുഴുവൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് അതെന്താവുന്നു, ചില അവയവങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു. അതായത് ഏത് വികസന സിദ്ധാന്തമാണ് ഇവിടെ പ്രകടമാകുന്നതെന്നാണ് ചോദ്യം. വികസനം പ്രവചനീയമാണ്, പക്ഷെ ഈ ഒരു സംഭവമല്ല. അപ്പോൾ ഇതല്ല.
വികസനം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക്, അത് കറക്റ്റാണ്. നോക്കിയേ, സാമാന്യത്തിൽ നിന്ന് ജനറലിൽ നിന്ന് പർട്ടിക്കുലറിലേക്ക്, ജനറൽ ടു പർട്ടിക്കുലർ ആണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്, അല്ലേ? പിന്നെ എന്താണ് ഓപ്ഷനിലുള്ളത്? വികസനത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. ശരിയാണ്. വികസനം ക്യൂമുലേറ്റീവ് ആണ്, സഞ്ചേത സ്വഭാവത്തോടു കൂടിയാണ്, അതും കറക്റ്റാണ്. പക്ഷേ ഇതെല്ലാം ഓക്കെയാണ്. പക്ഷെ ഇതിൽ ഉത്തരം എന്താണ്? ബി ആണ്. കാരണം ഞാൻ പറഞ്ഞു, ആദ്യം അവൻ കരയുമ്പോൾ ശരീരം മുഴുവൻ ഇട്ട് കരയുകയാണെന്നുണ്ടെങ്കിൽ അവൻ വളരുന്നതനുസരിച്ച് കരച്ചിൽ ചില അവയവങ്ങളിൽ മാത്രമാകും. അതാണ് ഇവിടെ ഉത്തരം. അപ്പോൾ ആ ഒരു ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വികസനം സാമാന്യത്തിൽ നിന്ന്, ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക് ആണ്. ജനറൽ ടു സ്പെസിഫിക്, അതായത് നവജാത ശിശുവിനെ സൂക്ഷ്മപേശികൾ ചലിപ്പിക്കാൻ പ്രയാസമായിരിക്കും. ശരിയല്ലേ? അവയവങ്ങൾ സ്ഥൂലമായിട്ടാണ് ചലിപ്പിക്കുക. അതായത് ഇവിടെ മൈക്രോ മൂവ്മെൻറ്റ്സിന് പകരം മാക്രോ അല്ലേ ആയിട്ടാണ്, സൂക്ഷ്മത്തിന് പകരം സ്ഥൂലമായിട്ടാണ് ചലിപ്പിക്കുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അകലെയുള്ള ഒരു കളിപ്പാട്ടം എടുക്കുന്നതിന് ശരീരം മുഴുവൻ കളിപ്പാട്ടത്തിനടുത്ത് എത്തിച്ച ശേഷം കൈയും ശരീരവും ചേർത്താണ് ശിശു എടുക്കുക. പിന്നീട് വളരുന്നതിനനുസരിച്ച് എന്തായിരിക്കും, അല്ലേ? കൈ നീട്ടി ഇങ്ങനെ എടുക്കുന്നു, പിക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 3 ചോദ്യമാണ് നോക്കിയത്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് നമ്മുടെ കേട്ടറ്റ് പരീക്ഷയിൽ സൈക്കോളജിയുടെ ഭാഗത്ത് നിന്ന് വരിക. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി തന്നെ വായിക്കണം, പഠിക്കണം. താങ്ക് യു.